പാഠം 109. നാട്ടിൽ നിയമം നടക്കുന്ന രീതി. ഹലോ, അതെ സത്യഭാമയാണ്. ഞാൻ വരാൻ കുറച്ച് വൈകും. വരുന്ന വഴിക്ക് എനിക്ക് ആ പഞ്ചായത്ത് ഓഫീസിലൊന്ന് കയറണം. ശരി. മോഹനേട്ട റെഡിയായോ? ഇതെന്താ ഇത്ര നേരത്തെ? വില്ലേജ് ഓഫീസ് തുറക്കണമെങ്കിൽ 10 മണിയാവില്ലേ? ഞാൻ വില്ലേജ് ഓഫീസിലേക്കല്ല, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കാ. പോലീസ് സ്റ്റേഷനിലേക്കോ? അതെ. ഇന്നലെ മുഴുവൻ ഞാൻ ആലോചിച്ചു. ഉത്തമനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ. അല്ല, അതിന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ചതിയോ വഞ്ചനയോ നടന്നാൽ പരാതിപ്പെടേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. ഇനി മേലിൽ ഉത്തമൻ ആരെയും പറ്റിക്കാൻ പാടില്ല. മോഹനേട്ടാ, ഉത്തമൻ ആ മോതിരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചൊന്നുമില്ല. അല്ലെങ്കിലും ഒരു മോതിരം കയ്യിലിട്ടതുകൊണ്ട് ആരുടെയെങ്കിലും സ്വഭാവം മാറുമോ? പ്രത്യേകിച്ചും മോഹനേട്ടന്റെ. പിന്നെന്തിനാ നീ ആ മോതിരത്തിന് 5000 രൂപ കൊടുത്തത്? മോഹനേട്ടന്റെ സ്വഭാവം മാറിയില്ലെങ്കിൽ കാശ് തിരിച്ചു തരാമെന്ന് ഉത്തമൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഉത്തമൻ ഇന്ന് കാണട്ടെ, ഞാൻ ആ കാശ് തിരിച്ചു വാങ്ങിച്ചോളാം. നീ പറയുമ്പോൾ ചിലപ്പോൾ ഉത്തമൻ ആ കാശ് തിരിച്ചു തന്നിരിക്കും. കള്ളത്തരം നമ്മൾ അറിഞ്ഞു എന്നറിയുമ്പോ ഒരു മാപ്പും പറഞ്ഞിരിക്കും. പക്ഷെ അത് പോരാ. ഇന്നിപ്പോ നീ ആയതുകൊണ്ട് കാശ് തിരിച്ചു തരും. നാളെ വേറെ ആരെങ്കിലും ഉത്തമൻ പറ്റിച്ചാലോ? ഇനി ജീവിതത്തിൽ വേറെ ആരെയും ഉത്തമൻ പറ്റിക്കാൻ പാടില്ല. ഇത് അവനൊരു പാഠമായിരിക്കണം. അതിന് പോലീസുകാരുടെ കയ്യിൽ 2 കിട്ടിയാലേ പഠിക്കൂ. അത് വേണ്ട മോഹനേട്ടാ, ഉത്തമൻ നമുക്ക് അറിയാവുന്ന ആളല്ലേ. അറിയാവുന്ന ആളിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി മൂക്ക് കൊണ്ട് ഇച്ഛ വരപ്പിക്കാതെ ഈ മോഹനേശ്വരന് വിശ്രമമില്ല. എന്നെ മനസ്സിലായില്ലേ? ഞാൻ മോഹനകൃഷ്ണൻ, വില്ലേജ് ഓഫീസർ. എന്താ സാറിങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? എന്നെ മറന്നോ? ഒട്ടുമില്ല. ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കറിയാം, പൊതുവെ ഞാനൊരു മര്യാദക്കാരനും ശാന്ത സ്വഭാവക്കാരനുമാണല്ലോ. അങ്ങനെയുള്ളവർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി വരേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. പക്ഷേ ഒരു ഉത്തരവാദപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനെ അയാൾ സ്ഥലത്തില്ലാത്തപ്പോ അയാളുടെ തന്തയ്ക്ക് വിളിക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്യുന്നവരെ എന്നാ ചെയ്യണം? നിയമം ലംഘിക്കുന്നവന് ശിക്ഷ കിട്ടണം. ഈ കേസിൽ എനിക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. ഒരടി, ഒരൊറ്റ അടി. സാറത് എന്നെ തല്ലിയത്? തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കേണ്ടത്? ഞാൻ പരാതിക്കാരനല്ലേ? പ്രതി ഉത്തമനാ? അല്ല, പരാതിക്കാരൻ പുളിക്കൽ തോമസ് കുട്ടി, പ്രതി മോഹനകൃഷ്ണൻ. ഇന്നലെ വില്ലേജ് ഓഫീസിൽ വെച്ച് എന്നതൊക്കെയാ പറഞ്ഞേ? ഈ ഗീവർഗീസ് തനിക്ക് പുല്ലാണെന്നും SI-യേക്കാളും വലുത് വില്ലേജ് ഓഫീസറാണെന്നും ഒക്കെ അല്ലയോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ തോമസ് കുട്ടി കൈന്നിട്ട് പറഞ്ഞതാ. എന്നാലും മോഹനകൃഷ്ണൻ ഒരു മാന്യനാണെന്നാ ഞാൻ കരുതിയെ. പട്ടാപ്പകല് ഓഫീസിൽ വെച്ച് ഒരു വനിതാ ജീവനക്കാരിയെ നാണക്കേട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഉത്തമൻ എന്നെ ക്രൂരമായി ചതിച്ച് ഒരു കുഴിയിൽ ചാടിച്ചതാ. ഉത്തമനോ? എന്നതാ സംഭവം? അത് പിന്നെ അങ്ങനെ വന്നപ്പോ ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല എന്നായി. അപ്പോ സ്വയംപ്രഭ ലഡ്ഡു തരുമ്പോ തിന്നാതിരിക്കുന്ന എങ്ങനെയാ? എല്ലാറ്റിനും കാരണം ഉത്തമനാ. സാറ് ഉത്തമനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന്
ഇപ്പൊ എനിക്കിട്ട് തന്ന പോലെ ഒരെണ്ണം കൊടുക്കണം. അത് പിന്നെ മോഹനകൃഷ്ണന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ മോഹനകൃഷ്ണന്റെ ആഗ്രഹത്തിന് ഉത്തമനെ തല്ലണമെങ്കിൽ അതിനിത്തിരി ചെലവുണ്ട്. ചെലവോ? 1000 രൂപയാവും. 1000 രൂപയോ? അതെ, ഞാനിപ്പോ ഉത്തമനെ തല്ലുന്നത് മോഹനകൃഷ്ണന് വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ കൂലിത്തല്ലിന് ഫീസുണ്ടല്ലോ, വെറും 1000 രൂപ. അല്ല അത് പിന്നൊരു കാര്യം, ആ 1000 മുടക്കിയ മോഹനകൃഷ്ണന് നഷ്ടം വന്ന 5000 രൂപ തിരിച്ചു കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 4000 രൂപ ലാഭം. പക്ഷേ സാറേ, അതെ നടക്കൂ. 1000 രൂപ തന്നാൽ ഇന്ന് വൈകുന്നേരത്തിനകം ഉത്തമൻ അകത്തു പോവും. അവന്റെ പല്ല് ഞാൻ അടിച്ച് താഴെയിടും. മോഹനകൃഷ്ണന്റെ കാശും തിരിച്ചു കിട്ടും. എന്നാ പറയുന്നു? 1000 തരാം, അല്ലാതെ എന്ത് ചെയ്യാനാ? നമസ്കാരം വക്കീലെ. സാർ എവിടെ? എന്താ വക്കീലെ, സാർ ഇവിടെ ഇല്ലേ? സാറ് പോയി. സാറ് പോയാ? വക്കീലെ നിക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് മോഹനേഷ് സാറിനെ കണ്ടിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അല്ല, അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മോഹനേട്ടൻ ഇവിടെ ഇല്ല. എവിടെ പോയതാന്ന് എനിക്ക് അറിയില്ല. ഉത്തമൻ വില്ലേജ് ഓഫീസിൽ പോയി നോക്ക്. ഈ നേരത്തെ വില്ലേജ് ഓഫീസിൽ പോയ ആരിയിരിക്കുന്നു? സംഗതി കുഴപ്പമാവുന്നതിന് മുമ്പ് മോഹനേഷ് സാറിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സംഗതി കുഴപ്പമാവുകയും ചെയ്യും. അടികിട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ വക്കീലെ. അടിയോ? അതെ, അതുകൊണ്ടല്ലേ സംഭവം അറിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ട് പറന്നു പോന്നത്. എന്ത് സംഭവം? ഇന്നലെ വില്ലേജ് വെച്ച് ആ പുളിക്കല തോമസ് കുട്ടിയും സാറും കൂടെ എന്തോ 1-2 പറഞ്ഞ് വഴക്കായി. സ്വയംപ്രഭ സാറുമായി എന്തോ കൂട്ടിച്ചേർത്ത് തോമസ് കുട്ടി എന്തോ പറഞ്ഞെന്നാണ് ശിശുപാല സാറ് എന്നോട് പറഞ്ഞത്. 1-2 പറഞ്ഞ് വഴക്കായപ്പോ തോമസ് കുട്ടി പറഞ്ഞു അവൻ SI ഗീവർഗീസ് സാറിന്റെ ബന്ധുവാണ്, ഗീവർഗീസ് സാറിനോട് പരാതി പറയുന്നു. അപ്പൊ മോഹനേഷ് സാർ ചോദിച്ചു, SI ഗീവർഗീസ് സാർ എന്താ മോഹനേഷ് സാറിന്റെ മൂക്കിൽ വലിച്ച് കയറ്റി കളയൂ. എന്നിട്ട് എന്തോന്ന് ഈ തോമസ് കുട്ടി സംഭവം പൊടിപ്പും തൊങ്ങലും വെച്ച് ഗീവർഗീസ് സാറിനോട് പറഞ്ഞു കൊടുത്തു. സാറിപ്പം മോഹനേഷ് സാറിനെ തപ്പി നടക്കുകയാണെന്നാണ് അറിഞ്ഞത്. അതെ, ഈ SI ഗീവർഗീസ് സാറിന്റെ സ്വഭാവം വക്കീലിനറിയാലോ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെ അയാൾ തല്ലും. തല്ല് കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സംഭവം അറിഞ്ഞ പാടെ ഞാൻ അസ്ത്രം വിട്ട് കണക്കിഞ്ഞ് പോരുകയായിരുന്നു. ഇനി ഉത്തമ അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് വക്കീൽ പരാതി പറയരുത്. സാറ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വക്കീല് കാര്യം പറഞ്ഞിരിക്കണം. വഴിയിൽ വെച്ച് ഞാൻ കണ്ട ഞാനും പറഞ്ഞിരിക്കാം. പോക്കട്ടെ. സമാധാനമായി. ഉത്തമ, അല്ല ഒരു പ്രശ്നമുണ്ട്. അത് തന്നെയല്ല ഞാനിപ്പോ പറഞ്ഞത്. പ്രശ്നമുണ്ട്. SI ഗീവർഗീസ് സാർ പറഞ്ഞതാണ്. മോഹനേട്ടൻ ഗീവർഗീസിനെ കാണാനാ പോയിരിക്കുന്നത്. ഗീവർഗീസ് സാറിനെ കാണാൻ പോയോ? ഈ മോഹനേഷ് സാറിന് തലയ്ക്ക് പ്രാന്താണോ? വിശന്നിരിക്കുന്ന പുലിമലയിൽ ആരെങ്കിലും ലോഹ്യം പറയച്ചെന്ന് കയറി കൊടുക്കോ? ഈ മോഹനേഷ് സാറിന് ഇപ്പൊ ഗീവർഗീസ് സാറിനെ കാണേണ്ട കാര്യം തോന്നുന്നു. ഉത്തമനെതിരെ കേസ് കൊടുക്കാനാ. എനിക്കെതിരെ കേസ് കൊടുക്കാനോ? എന്തിന്? ഉത്തമൻ അന്ന് തന്ന മോതിരത്തിന്റെ ചരിത്രമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. കാശ് തിരിച്ചു വാങ്ങാന്ന് ഞാൻ പറഞ്ഞിട്ട് മോഹനായിട്ട് സമ്മതിച്ചില്ല. പോലീസ് കേസാക്കി അടങ്ങൂന്ന് പറഞ്ഞിട്ട് പോയി. കൊള്ളാം. ഇത്രയും കാലം കൂടെ നടന്ന എന്നോട് തന്നെ ഇത് വേണമായിരുന്നു. എന്തായാലും ഇപ്പൊ സാറ് പരാതിപ്പെടേണ്ടി വരില്ല. നേരെ സ്റ്റേഷനിൽ നിന്ന് കയറി കൊടുത്ത് ഗീവർഗീസ് സാറിന്റെ കയ്യിലുള്ളത് വാങ്ങിച്ച് കെട്ടുകയും ചെയ്യും. എനിക്ക് വയ്യേ. നിങ്ങൾ കെട്ടിയോലെ നമ്പി ഞാൻ ഒന്നിനും ഇല്ലേ. വക്കീലെ, സത്യം പറഞ്ഞ എനിക്ക് മോഹനേഷ് സാറിന്റെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എന്നെ അതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ്. പോരട്ടെ.